So on the campaign trail and in Palakkad, there's a bitter fight that's playing out, and we speak to the BJP candidate, Ms. Shobha Surendran. Thank you so much for joining us on Times Now's Election Yatra. Very hectic campaign that I can see. What do you look? How do you see this battle that's playing out in Palakkad? How is it looking? Easy victory, or is it a tough fight? ഇത് എൻ്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 7ാമത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പും 3 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. ഈ 3 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചപ്പോഴെല്ലാം വോട്ട് ഡബിളായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. എൻ്റെ പ്രസ്ഥാനം വളരെയേറെ മുന്നോട്ട് പോയിരിക്കുകയാണ്. അതായത് രാജ്യം ഭരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിജിയോടൊപ്പം കേരളം ഹൃദയം ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇടത്തോട്ടും വലത്തോട്ടുമല്ലാതെ നേർരേഖയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു നേർരേഖയിലൂടെ യാത്ര ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് ഞാനാണ് ഗ്യാരണ്ടി എന്ന് മോദിജി കേരളത്തിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പിൻ്റെയും സ്റ്റാൻഡപ്പിൻ്റെയും മേക്ക് ഇൻ ഇന്ത്യയും ഉൾപ്പെടെ ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ വാക്കുകളെ വിശ്വസിക്കുന്ന ജനത ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാകണം എന്ന് അവർ കൂടി ആഗ്രഹിക്കുന്നു. You said that is the vision. In fact, you have a very rare distinction. In every election that you have contested, you have increased the vote share of the BJP. This time around as well, how do you see the battle, especially because in Palakkad, the Congress party says that there's an understanding between the left and the BJP. How do you respond? അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ലീഡർ ശ്രീമാൻ VD സതീശൻ പ്രതിപക്ഷ നേതാവിന് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സംഘടനയുമായിട്ട് ബന്ധമാണ്. ആ ഭീകര സംഘടനയുടെ തിണ്ണനിറങ്ങിക്കൊണ്ട് ആ ഭീകര സംഘടന പറഞ്ഞ വാക്ക് കേട്ട് വേങ്ങരയിലെ സീനിയർ ലീഡറായിട്ടുള്ള ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ മാറ്റി മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ ഷാജിക്ക് സീറ്റ് കൊടുക്കാൻ വിധി കൽപ്പിച്ചപ്പോൾ അതിനെ അംഗീകരിച്ച പ്രതിപക്ഷ നേതാവ്, കൂടാതെ പ്രതിപക്ഷ നേതാവിനോട് SDPIയും ഇവിടുത്തെ ഭീകരവാദ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സാമുദായിക സംഘടനയുടെ തലപ്പത്തുള്ള NSSൻ്റെയും SNDPയുടെയും നേതൃത്വത്തോട് പറഞ്ഞത് ഞാൻ 10 വോട്ടിന് വേണ്ടി NSSൻ്റെയോ SNDPയുടെയോ തിണ്ണനിറങ്ങില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞ ശ്രീമാൻ VD സതീശൻ മറുഭാഗത്ത് ഭീകരവാദ സംഘടനകളുമായി കൈ ചേർത്ത് പിടിക്കുമ്പോൾ ആ ഡീല് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാലക്കാടിൽ ശോഭാ സുരേന്ദ്രന് അല്ലെങ്കിൽ ഇവിടുത്തെ BJPക്ക് ഡീലുണ്ട് എന്ന് അവർ ഉന്നയിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ഡീല് വെച്ചിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് ഇവിടുത്തെ മുഴുവൻ മനുഷ്യരുടെയും ഇടയിൽ വെച്ചിട്ടുള്ള ഡീലാണ്. അതായത് പാലക്കാടിന് വികസനം വേണം, ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും ഉൾപ്പെടെ മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷക ഗ്രാമങ്ങൾക്കുൾപ്പെടെ നല്ല വികസനത്തിൻ്റെ മാർഗരേഖ ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ ആരാധനായിട്ടുള്ള മോദിജിയുടെ ഗവൺമെൻറ്റുമായി ചേർന്ന് നിന്നുകൊണ്ട് നിരവധിയായിട്ടുള്ള വികസന രേഖകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും മോദിജിയുടെ ഗ്യാരണ്ടിക്കുള്ള വോട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഓക്കെ, ഇൻഫാക്ട് നിങ്ങൾ പറഞ്ഞൊരു വിഷൻ ഫോർ കേരള എന്ന് നിങ്ങൾ സംസാരിച്ചത് പ്രൈം മിനിസ്റ്റർ മോദി ഹാസ് ഓൾസോ മെൻഷൻഡ് ഇറ്റ്, ബട്ട് യു ഹാവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ദ BJP, വിത്ത് ABVP, വിത്ത് RSS at a time in the 90s when it was not a big force here. What was it that drew you to the BJP, to this ideology in Kerala, in a state where there was no acceptance for the BJP? फिर भी बोलिए. അല്ല, നിങ്ങൾ തുടങ്ങിയപ്പോൾ 90s, अंग्रेजी में बोलिए. you started at a time when BJP didn't have any acceptance here. Yes. What drew you to BJP at a time when it was seen as a party that will have no chance in Kerala? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ലാത്ത സമയത്ത് തുടങ്ങി. എന്നാൽ കഴിഞ്ഞ ഈ 9 തെരഞ്ഞെടുപ്പുകളിലും എവിടെയാണോ പാർട്ടി തീരുമാനിച്ചത് ആ തീരുമാനിച്ച സ്ഥലത്ത് പോയി നമ്മുടെ പാർട്ടിയുടെ ഐഡിയോളജി സംസാരിച്ചു. ഇവിടെ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തിനോ വേണ്ടി ചർച്ചകൾ ഉണ്ടാകുമ്പോൾ, സമരങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം അതിൻ്റെ മുന്നണി പോരാളിയായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. പാലക്കാടിലെ ജനങ്ങൾ നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ള 30 വർഷം പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യമുള്ള ശോഭയെ വിജയിപ്പിച്ച് അസംബ്ലിയിലേക്ക് വിട്ടാൽ പോരെ എന്നാണ്. കാരണം മറ്റു 2 സ്ഥാനാർത്ഥികളും ഒരാഴ്ച പോലും പൊതുജീവിതത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചവരല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ജനം ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ മികവ് പറഞ്ഞുകൊണ്ട് തന്നെ, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കാൻ പോകുന്നത്. 3 മാസം കൊണ്ട് 700 കോടിയുടെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കും എന്നുള്ള വാക്ക് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടം. ഓക്കെ, നിങ്ങളുടെ അഗേൻസ്റ്റ് കാൻഡിഡേറ്റ് രമേശ് പിഷാരോടി, ഡു യു തിങ്ക് ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച്, or a popular actor? What do you think of him as a challenge?
അതിന് നമ്മൾ നിയമസഭയിൽ പോകുന്നത് അഭിനയത്തിന് വേണ്ടിയല്ലല്ലോ. അതായത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഇത്രയും കാലം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്നത് ഇതിനേക്കാൾ വളരെ കഴിവുള്ള പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളോളം എക്സ്പീരിയൻസ് തെളിയിച്ചിട്ടുള്ള ഈ നാടിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഗടാഗടിയന്മാരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരായിട്ടാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ എവിടെയും ആർക്കും അറിയില്ല, പൊതുപ്രവർത്തന മേഖലയിൽ ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ ഇന്ന് രാവിലെ അവരടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹി സെഡ് ദാറ്റ് BJP ഒരു കമ്മ്യൂണൽ പാർട്ടി, ദാറ്റ്സ് വാട്ട് ഹി സെഡ്, ദാറ്റ് ഇവിടെ കേരളത്തിൽ ഒരു സെക്യുലറിസം, ഒരു യൂണിറ്റി ഉണ്ട്, അത് BJPക്ക് ഇവിടെ അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല എന്ന്. അതിനെ സെക്യുലറിസം എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കാനുള്ള അവകാശം UDFിനില്ല, സ്ഥാനാർത്ഥിക്കില്ല. കാരണം ജമായത്ത് ഇസ്ലാമിയും SDPI പോലുള്ള ഭീകരവാദ സംഘടനകളുമായി കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ നാടിനെ തകർക്കാനുള്ള ഗൂഢാലോചക ശക്തികളുമായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് 10 വോട്ടിന് വേണ്ടി നാടിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് മതേതരത്വത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ സാധിക്കുക? അവരുടെ സംസാരമല്ല അവരുടെ പ്രവൃത്തി എന്നുള്ളതാണ്, അത് ജനം തെളിയിക്കും. Okay, all right. Lastly, I want to ask you, as the Prime Minister is coming to the constituency to campaign, what is the word that you want to say on Prime Minister Modi's acceptance in Kerala? മോദിജി ഇവിടെ എത്രയോ സമയം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. വന്ന സമയത്തെല്ലാം തന്നെ ബിഗ് പ്രൊജക്റ്റുകൾ അദ്ദേഹം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും സ്കില്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ നാട് മുന്നോട്ട് പോകേണ്ടതിന് ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള കടലോരത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ടൂറിസം മന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപിയെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഗവൺമെൻറ്റിന് മോദി വിരുദ്ധതയാണുള്ളത്. ആ മോദിജി വിരുദ്ധത കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യും. അത് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ഘടകമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. Okay, all right. Ms. Shobha Surendran, thank you so much for joining us on Times Now's Election Yatra. So you heard from her, and we speak to the voters as well to find out what is it that they want. Thank you.